ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഷെഫീൽഡിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻസിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് കുറച്ച് നാളായി, അബൌട്ട് ഒരു 1 month ആയി കാണും ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നിട്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഷെഫീൽഡ് സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 2.4 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉള്ളത്. ഏകദേശം 19 ഏക്കേഴ്സ് വരുന്നൊരു സ്പേസാണ്. ഇതിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ തീംസ് വെച്ചിട്ട് 18 ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അതിമനോഹരമായ നിറയെ പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഗാർഡനാണ്. അപ്പോൾ അതിൽ ഈ ഫ്ലവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ഞാൻ നോക്കുമായിരുന്നു. പിയോണി എന്ന് പറയുന്നത് അത് വന്നിരിക്കുന്നത് ബൗൾ ഓഫ് ബ്യൂട്ടി എന്നാണ്. ശരിക്കും പേര് പോലെ തന്നെ ബൗൾ ഓഫ് ബ്യൂട്ടിയാണ് പിയോണി. ആൻഡ് ഈ കാണുന്നതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മെയിൻ അട്രാക്ഷൻ, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ ഗാർഡൻ പവലിയോൺ. ഈ പവലിയോൺ എന്ന് പറയുന്നത് ഒരു വിക്ടോറിയൻ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിത്ത് 3 ഡിഫറെൻറ്റ് ഡോംസ് ഒക്കെ ആയിട്ട് ഒരു വിക്ടോറിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് വാം ടെമ്പറേറ്റ് സോൺസ്, ഡിഫറെൻറ്റ് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാം ടെമ്പറേറ്റ് സോൺസിൽ നിന്നുള്ള എന്താ പറയുക ചെടികളാണ് ഇതിനുള്ളിലുള്ളത്. അപ്പോൾ ഒരു 10 ഡിഗ്രിക്ക് മേലെ വരുന്ന ചെടികളാണ്, ആ ഒരു ടെമ്പറേച്ചറാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അതിൽ ഫസ്റ്റ് ഒരു എൻട്രൻസിൽ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന വാഴയാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. വാഴയും ചേമ്പ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏഷ്യൻ ഭാഗത്തിൽ നിന്ന് ജാപ്പനീസ് വാഴയാണെന്നാണ് അവിടെ അവർ പറഞ്ഞത്, എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാപ്പനീസ് വാഴയൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ ഹിസ്റ്ററി, പവലിയോൺസിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആക്ച്വലി ഫസ്റ്റ് ഉണ്ടാക്കിയത് 17th സെഞ്ച്വറിയിലാണ്. പക്ഷേ ഈ ഒരു പവലിയോൺ ഭയങ്കര ബ്യൂട്ടിയാട്ടോ. കണ്ടാൽ നമ്മുടെ ചേമ്പൊക്കെ ഇരിക്കുന്നത് നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന നോർമലി നമ്മുടെ നാട്ടിൽ വീട്ടിലും തൊടിയിലും ഒക്കെ കണ്ടുവരുന്ന ചെടികളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് വാമാണ്, പുറമേ ഉള്ള പോലെയല്ല, വാമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെടികൾക്ക് വേണ്ട രീതിയിൽ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏഷ്യൻ അല്ലെങ്കിൽ ഹിമാലയൻ ഭാഗങ്ങളിലായിട്ട് കണ്ടുവരുന്ന ചെടികളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഫസ്റ്റ് ഡോം കഴിഞ്ഞിട്ട് ആ ഒരു നെക്സ്റ്റ് പോർഷനിലേക്ക് എത്തപ്പോഴാണ് ഈ ഒരു ഭാഗം. കുറേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെടികളൊക്കെ തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ടൊരു പ്രത്യേക സന്തോഷം തോന്നി. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വാഴ കാണുന്നത്. പ്രത്യേകിച്ച് ഈ നോക്ക്, നമ്മുടെ നാട്ടിലെ നാടൻ ചെമ്പരത്തി. ഈ നാടൻ ചെമ്പരത്തിയൊന്നും ഞാൻ വന്നതിന് ശേഷം എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ നോർമലി UK ക്ലൈമറ്റിൽ വളരില്ല. അപ്പോൾ അതിന് പറ്റിയ രീതിയിലാണ് ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഇതിനുള്ളിൽ വാട്ടർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് വാട്ടറിങ് സിസ്റ്റം അല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഓരോന്നിനും വേണ്ട ഹ്യൂമിഡിറ്റി ആൻഡ് വാട്ടർ കണ്ടൻറ്റ് വ്യത്യാസമായതുകൊണ്ട് തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് മാനുവലി തന്നെയാണ് ഈ ചെടികളെല്ലാം വാട്ടർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, അതിന് വേണ്ട വെള്ളം ഇവർ ശേഖരിക്കുന്നത് റെയിൻ വാട്ടർ ശേഖരിച്ചിട്ട് അതൊരു വലിയ അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഈ വാട്ടറിങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളമെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗാർഡനിലൊക്കെ വളർത്തുന്ന ടൈപ്പ് പനകളും പിന്നെ നാട്ടിലെ വാഴയും എല്ലാം കാണുന്നുണ്ട് ഇവിടെ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടോ, ആ വിക്ടോറിയൻ ശൈലി ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ അവിടെ കാണിക്കുന്നുണ്ട്. അതിൽ 10 ഡിഗ്രിക്ക് മേലെയാണ് അവരതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ 10 and 20 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ശരിക്കും പെട്ടെന്നൊരു ടെമ്പറേച്ചർ ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ. ഇത് കണ്ടോ, ഓരോ ഭാഗത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ചെടികളാണെന്നൊക്കെയുള്ളത് അവിടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻട്രൽ പോർഷനിൽ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ചെടികളാണ്. അങ്ങനെ ഓരോ ഭാഗം ഡിഫറെൻറ്റ് ഏരിയാസ് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പക്ഷേ അതിൻ്റെ ചെടികൾ ശരിയാണ്, നമ്മുടെ നാട്ടിലെ കണ്ടപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അതുകൂടാതെ എനിക്ക് ഈ പവലിയോൺ നിർമ്മിച്ചിരിക്കുന്ന ആ ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു
പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ഇനിയുള്ള പോർഷൻസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടെ വാം ആൻഡ് ഒരു ഡെസേർട്ട് റീജിയൻസിൽ നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ റെയിൻഫോൾ വളരെ കുറവായിട്ട് ലഭ്യമാകുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ചെടികളാണ് ഇനിയുള്ള ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരുപാട് ക്യാക്ടസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നിന്നുള്ളതാണ്. മെക്സിക്കോ, ഓസ്ട്രേലിയ, USA, പിന്നെ നമ്മുടെ ഏഷ്യ, അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വാമായിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ചെടികളാണ് ഈ പവലിയോണിൽ മൊത്തത്തിൽ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പവലിയോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ബേർച്ച് ഹിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, ഏരിയയിലേക്കാണ്. അവിടെ എന്ന് പറയുന്നത് ബേർച്ച് പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളത്. ഈ ഗാർഡൻ്റെ തന്നെ ഹയ്യസ്റ്റ് പോയിൻ്റാണ് ബേർച്ച് ഹിൽ എന്ന് പറയുന്നത്. കണ്ടോ, നിറയെ പ്ലാന്റ്സ് അല്ല, സോറി, ട്രീസാണ്. ബേർച്ച് ട്രീസാണ് ഇവിടെ ഫുള്ളുള്ളത്. അത് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡി ആയിട്ടുള്ള ഏരിയ. അതിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് വിശ്രമിക്കാം. പിന്നെ നിറയെ കിളികളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഗാർഡൻ്റെ ഹയ്യസ്റ്റ് പോയിൻറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചിങ്ങനെ മുന്നോട്ട് നടന്നപ്പോൾ അതേ കണ്ടോ ഈ മരം. ഇത് കണ്ടോ, നമ്മുടെ കണിക്കൊന്ന പൂത്ത പോലെ തന്നെയില്ലേ. നമ്മുടെ കണിക്കൊന്നേൻ്റെ അത്ര ഭംഗിയില്ല, പക്ഷേ ശരിക്കും കണിക്കൊന്നേൻ്റെ സ്റ്റൈലിലാണ് അത് പൂത്ത് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കണിക്കൊന്നയുടെ അതേ എന്താ പറയുക, സ്പീഷീസിൽ വരുന്ന ഒരു ഫ്ലവർ തന്നെയാണത്. അപ്പം നമുക്ക് UK വേണമെങ്കിൽ കണിക്കൊന്നയ്ക്ക് പകരം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സെയിം സ്പീഷീസാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, കണിക്കൊന്നയുടെ അത്ര ഭംഗിയില്ല. നെയ്തൻ ആദ്യം പവലിയനിൽ കയറി കഴിഞ്ഞപ്പം ഒരു ബോറടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഈ നടത്തം അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് അതിലെ അവൻ പറയുന്ന വഴിക്കായിരുന്നു പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നിരുന്നത്. കാരണം കുറച്ച് കുന്നും ചെറിയ വഴികളും നിറയെ മരങ്ങളും പൂക്കളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അതുപോലെ കുട്ടികൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളും ഇതിലുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം കേട്ടോ. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ബെയർ പിറ്റ് എന്ന് പറഞ്ഞൊരു സ്പേസാണ്. അതിൻ്റെ അകത്തൊരു ബെയറിൻ്റെ എന്താ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു വലിയ കുഴിയൊക്കെ ആയിട്ട്. സത്യം പറയാലോ, ഈ ബെയർ പിറ്റ് ഇവിടെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.
ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇവിടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സ്ക്വിറൽസിന് ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇങ്ങനെ നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സ്ക്വിറൽസിന് ഫീഡ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ സ്ക്വിറൽസ് ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഫ്രണ്ട്ലി ആയിട്ട് അടുത്തേക്ക് വന്നിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ വരികയെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗാർഡനിൽ കൂടി. ഫുൾ ഏരിയ ഒന്ന് കവർ ചെയ്ത് പോവാമെന്ന് വിചാരിച്ചു. നിറയെ ഫ്ലവേഴ്സ്, ഇപ്പം കൂടുതലും ട്രീസുള്ള ഏരിയാസാണ് നമ്മൾ കവർ ചെയ്തത്. പിന്നെ നമ്മൾ വന്നത് റോസ് ഗാർഡനിലേക്കാണ്. പല വെറൈറ്റീസും കളേഴ്സിലും ഒക്കെയുള്ള റോസ് അവിടെ നിറയെ ഉണ്ട്. അപ്പം നമ്മൾ സമ്മറിൻ്റെ കുറച്ചും കൂടെ ഏർലി സ്റ്റേജിൽ വന്ന കാരണം ഫുള്ള് ഫ്ലവർ ഇട്ടിട്ടില്ല. നിറയെ ബഡ്സ് ഉണ്ട് കേട്ടോ, നിറയെ മൊട്ടിട്ട് നിൽക്കുകയാണ് എല്ലാ റോസും. ഇതെല്ലാം കൂടെ വിരിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ശരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞൊരു ജൂലൈ ഒക്കെ ആകുമ്പോൾ വരികയാണെങ്കിൽ ഫുൾ ഫ്ലവർ ഇട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഈ റോസ് ഗാർഡൻ മാത്രമല്ല, എല്ലായിടത്തും കുറേ ഏരിയയിലൊക്കെ അവരിപ്പം എന്താ പറയുക, പുതിയ ഫ്ലവർ ബെഡ്സ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊരു ജൂണിലൊക്കെയാണ് അവിടെ, മെയ് എൻഡോടുകൂടിയാണ് വന്നത്. അപ്പോൾ ആ ഫ്ലവർ ബെഡ്സൊക്കെ ഈ സമയം ആകുമ്പോഴേക്കും ഫുള്ളി സെറ്റായിട്ടുണ്ടാവും. നിറയെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്ത് വരുവാണെങ്കിൽ നിറയെ ഫ്ലവേഴ്സായിരിക്കും. കണ്ടില്ലേ, ആ റോസിലൊക്കെ ഫുൾ മൊട്ടിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഉള്ള ഫ്ലവേഴ്സ് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ റോസൊക്കെ കാണാൻ. പിന്നെ അവിടെ ഗാർഡൻ ഇങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. കുറേ പ്രായമായവരെയൊക്കെ കാണുന്നുണ്ട്. ഇത് റോസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഗ്രൂം ചെയ്ത് അവിടെ ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ. അവരൊക്കെ എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്നറിയോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ എന്താ പറയുക, ആ ഗാർഡൻ ഏരിയ. റോസ് ഫ്ലവേഴ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് വുഡ്ലാൻഡ്സ് ഗാർഡൻ എന്ന് പറയുന്ന ഏരിയയിലേക്കാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ വുഡ്ലാൻഡ്സിൽ നിന്നുള്ള സ്പീഷീസിലുള്ള പ്ലാന്റ്സും ഒക്കെ ആയിട്ടുള്ള ഒരു വുഡ്ലാൻഡ് ഏരിയയാണ്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കൊരു നാച്ചുറൽ വുഡ്ലാൻഡ്സിൽ പോയൊരു ഫീൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതൊക്കെ അവരങ്ങനെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത സംഭവങ്ങളാണല്ലോ. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു കേട്ടോ ഇത്. അവിടെ വെച്ച് നെയ്തൻ കുറേ അണ്ണാർക്കണ്ണന്മാർക്ക് നട്ട്സൊക്കെ കൊടുത്ത് നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും കുറച്ച് സമയം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവൻ ഇത് കണ്ടില്ലേ, സ്ക്വിറൽസിനോടൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ആ ഗാർഡനോട് ബൈ പറഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ തുടർന്നും വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.